ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു ഇഞ്ചിക്കറി വെച്ചാലോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ബായോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓണമൊക്കെ അല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇതേ ഒരു നമ്മുടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്. വെളിച്ചെണ്ണ വേണം നമ്മുടെ ഇഞ്ചിക്കറിക്ക്. ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ ഇതിൽ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇഞ്ചിക്കറി എന്ന് പറയും, ഇഞ്ചിപ്പുളി എന്ന് പറയും. ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വറുത്തെടുക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാനൊരു ഇത്ര ഇഞ്ചി കൊത്തിയായിരുന്നു. നമ്മൾ ആൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ, നമുക്ക് ഒത്തിരി വേണ്ടാത്തതുകൊണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു ഇഞ്ചി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കഷ്ണം ഇഞ്ചിയാണ്. 4 കഷ്ണം ഇത്രച്ചുള്ള പാവ്, ഒരു 4 കഷ്ണം പാവല്ല, 4 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കൂടെ നമ്മുടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, 1 കഷ്ണം കായം, പിന്നെ നമ്മൾ ഒരു 2 സ്പൂൺ തേങ്ങ. ഇത്രയാണ് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ട ആദ്യമേ. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ആ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചി ഒരു 3/4 മൂപ്പാകുമ്പോഴത്തേക്ക് വേണം നമ്മുടെ ഉള്ളിയും തേങ്ങായും കായും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തണം. കായപ്പൊടി ഉള്ളൊരു കായപ്പൊടി ഇട്ടാൽ മതി. നമുക്കിപ്പോൾ അല്ല ഈ കഷ്ണമായിട്ടുള്ള കായമാണെങ്കിൽ ആ കായം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് ആ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ആ കായം അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ഇഞ്ചി ഒരു 3/4 മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും നമ്മുടെ പച്ചമുളകും, നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും 1 കഷ്ണം നമ്മുടെ ഈ കായം ഇതുണ്ടോ, ആ കായവും ആ കറിവേപ്പിലയും കൂടെ നമുക്ക് ഒന്നിട്ട് കൊടുക്കാവേ. ഇതൊരു നല്ല ഒരുമാതിരി മൂപ്പാകുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കണമെന്നില്ല, നിർബന്ധമില്ല. ഇനിയിപ്പോൾ തേങ്ങ ഇച്ചോട് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇഞ്ചിക്കറിക്ക്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒരു 2-3 സ്പൂൺ തേങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, 2-3 സ്പൂൺ തേങ്ങ മതി, നമുക്കത് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ഈ കായം ഇതിനകത്ത് കിടന്നങ്ങ് മൂത്തോളൂ. നമ്മൾ അതിന് സെപ്പറേറ്റ് ഇനി കായം മൂപ്പിക്കാനൊന്നും പോകണ്ട. ഇനി അഥവാ ഈ കായം ഇല്ലെങ്കിൽ നമ്മുടെ പെരിങ്കായപ്പൊടി ഇല്ലേ, അത് ഇട്ട് കൊടുത്താലും മതി. നമുക്കിനി ഇതിൻ്റെ കൂടെ തന്നെ ഈ തേങ്ങായും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഞാനൊരു 2-3 സ്പൂൺ തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാവേ. നമുക്കിപ്പോൾ എണ്ണ ഇച്ചിരി കൂടുതൽ തോന്നി, നമുക്കിപ്പോൾ കുഴപ്പമില്ല. നമുക്കതെല്ലാം കൂടെ വറുത്ത് കോരിയെടുക്കുമ്പോൾ ആ കോരിയെടുക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് നമുക്കിനിയിപ്പോൾ പിന്നെ വേണം ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കി എടുത്താൽ മതി. ഇത് എങ്ങനെ നമ്മുടെ ഇഞ്ചി എല്ലാം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടായതിനകത്തിരുന്ന് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ആ ഒരു ചൂടിന് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും, കരിഞ്ഞു പോവുകയില്ല, ചട്ടിയുടെ ചൂടല്ല. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് എരിവിന് ഒത്തിരി വേണ്ട. ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത് പൊടി ഐറ്റംസ്. ഇതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇളക്കി നമുക്കിനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്കൊന്ന് കോരിയെടുത്ത് നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത്തിരി അരച്ചെടുക്കുമല്ല, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കാവേ. ഉണ്ടോ, ഇത് നമുക്കൊന്ന്
പിന്നെ ഇപ്പം അതിനകത്ത് ഉള്ള എണ്ണ മിച്ചം അതിനകത്ത് കിടക്കുന്ന എണ്ണ കിടക്കുന്നതിനകത്ത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അതിനകത്തേക്ക് തന്നെ ഇച്ചിരി എണ്ണയും കൂടെ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വീണ്ടും നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കും. ഇപ്പം ഇങ്ങനെ ഇതിനകത്തേക്ക് തന്നെ മുളക് പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കണമെന്നില്ല നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാം. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ടിരാവേ. ഇവിടെ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇത് നമ്മുടെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ കടുകിട്ട് കൊടുക്കാവേ. നമ്മൾ ആ എടുത്ത എണ്ണ തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. നമ്മളതിനകത്ത് വേറെ സെപ്പറേറ്റ് എണ്ണയൊന്നും വേറെ ഒഴിച്ചിട്ട് നമ്മളത് കോരിയെടുത്തപ്പോൾ ഉള്ള എണ്ണയാണ്. പിന്നെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ഇതിപ്പം ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇത് കറി ആയി കഴിയുമ്പോൾ എണ്ണ അങ്ങ് തെളിഞ്ഞ് വന്നോളും, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടട്ടെ. നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പരുവത്തിന് വേണം, നമുക്കൊരു തരിതരിപ്പോട് കൂടി വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇത് തീരെ അങ്ങ് അരഞ്ഞു പോകരുത്. വെള്ളം ഇത് എണ്ണയുടെ ഇത് കാണണം ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട്, ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. നല്ലപോലെ എണ്ണയ്ക്കകത്ത് ഒന്ന് മൂത്തു. ഇനി ഞാനൊരു എന്താ പറയുക, മുഴുത്ത ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ. ഒരു മുഴുത്ത നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ച് കൊടുത്തത്. നമ്മൾ നല്ലപോലെ അത്രയും പുളി, നമ്മുടെ വാളം പുളിയാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഓരോ നാട്ടിൽ ഓരോ രീതിക്കുള്ള ഇഞ്ചിക്കറിയാണ്. ഞങ്ങളുടെയൊക്കെ ഇവിടുത്തെ ഇടുക്കി സ്റ്റൈലുള്ള ഇഞ്ചിക്കറിയാണ് ഞാൻ ഈ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, നമുക്ക് നല്ല പുളിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ഇഞ്ചിക്കറി നല്ല കുറുകിയല്ല ഇരിക്കേണ്ടത്. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ഈ പുളിയും നമ്മുടെ ഇഞ്ചിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടും തിളയ്ക്കണം. ഇതെങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി തിളയ്ക്കുന്നുണ്ട്. ഞാനൊരു ഇത്രയും ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചൊഴിച്ചാൽ മതി. നമുക്ക് അതോടെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇത് നല്ല കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ നമ്മൾ അരിച്ചൊഴിക്കണം, അല്ലെങ്കിൽ വല്ല കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കല്ലുകടിയായിട്ട് മാറും. നമ്മൾ കായം അന്നേരം ഇട്ടതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ നമ്മുടെ കായപ്പൊടിയാണ് ചേർക്കുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകട്ടെ. മേളിൽ എണ്ണ എല്ലാം നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ശർക്കര ഒത്തിരി ആയാലും അഴുക്കാണ്, അത് ഒത്തിരി മധുരം മുന്നോട്ട് നിന്നാലും ഇതാണ്. അപ്പോൾ ഒരു പാകത്തിനുള്ള എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കണം. എന്നാലേ നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഭവമാണല്ലോ നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. നല്ല കുറുകിയിരിക്കണം. ഇതിപ്പോൾ ചാറാണ്, ഇതൊന്ന് തിളച്ച് തണുക്കുമ്പോൾ കുറുകും, പക്ഷേ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഇഞ്ചിക്കറി ഇതായിട്ട് റെഡി ആവുന്നുണ്ട്. ഇതുണ്ടോ നല്ലപോലെ കുറുകി. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്കൊന്ന് സ്റ്റൗ ഓഫാക്കി വെക്കാം. എന്നാന്ന് വെച്ചാൽ ചട്ടിക്കകത്തിരുന്ന് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. നമുക്കിതൊന്ന് ഓഫാക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇതേ അടിപൊളിയായിട്ടുണ്ട്.
ഇത് കണ്ടോ നല്ല ഇതിനിപ്പോൾ ഇരിക്കും തോറും കുറുകും തണുക്കും തോറും ഞാനിതിപ്പം ഇതിൻ്റെ പുറത്ത് നല്ലപോലെ എണ്ണ കൂടുതലുണ്ട്. ഇതിപ്പം കൂടുതൽ എണ്ണ വേണമെങ്കിൽ നമുക്കത് അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഇഞ്ചിക്കറി. ഇത് കണ്ടോ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കാനൊക്കെ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓണത്തിന് ഈ പ്രാവശ്യം എൻ്റെ വകയൊരു ഇഞ്ചിക്കറിയാണ്, സത്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.